നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ ജി.പി. പിള്ള നേതൃത്വം നൽകിയ 1891 ജനുവരി 1 സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലികൾ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ്. ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം സമർപ്പിക്കപ്പെട്ടത് തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിനാണ്. ടി. രാമറാവു ദിവാനായ സമയം സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് കെ.പി. ശങ്കരമേനോനും മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവുമാണ്. ഈ മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തി ഏർലി നോർട്ടണും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി.വി. രാമൻപിള്ളയുമാണ്. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി.വി. രാമൻപിള്ള മിതഭാഷി എന്ന പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതി. പിന്നീട് ഇത് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നതാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ ജി.പി. പിള്ളയാണ്. എതിർ മെമ്മോറിയൽ ഇ. രാമയ്യർ, രാമനാഥൻ റാവു എന്നിവർ നേതൃത്വം നൽകി 1891 ജൂൺ 3 സമർപ്പിക്കപ്പെട്ട മെമ്മോറിയലായ എതിർ മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ട് തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂറിലെ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും മതിയായ പ്രാതിനിധ്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ 1896 സെപ്റ്റംബർ 3 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി സമർപ്പിച്ച ഈ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നു. ഈ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്ന സമയത്തെ ദിവാനായിരുന്നത് ശങ്കര സുബ്ബയ്യയാണ്. 1900 സമർപ്പിക്കപ്പെട്ട രണ്ടാം ഈഴവ മെമ്മോറിയലിനും നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തിരുവിതാംകൂർ ദിവാനായ പി. രാജഗോപാലാചാരിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ ഭരണകാലത്ത് 1910 സെപ്റ്റംബർ 26 1086 കന്നി 10 തിരുനെൽവേലിയിലേക്ക് തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തപ്പെട്ട ആദ്യ പത്രാധിപരായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1878 മെയ് 25 നെയ്യാറ്റിൻകരയിലെ കൂടില്ലാ വീട്ടിൽ നരസിംഹൻ പോറ്റിയുടെയും ചക്കിയമ്മയുടെയും മകനായി ജനിച്ചു. തിരുവിതാംകൂറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ബി. കല്യാണിയമ്മ എന്നാണ്. ഇവരുടെ പ്രധാന കൃതി വ്യാഴവട്ട സ്മരണകൾ എന്നതാണ്. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1905 പ്രസിദ്ധീകരിച്ച കേരളൻ എന്ന മാസികയിൽ രാജാധികാരം പ്രജകളാൽ ദത്തമാണെന്ന് ഉദ്ഘോഷിച്ചു. മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ രാഷ്ട്രീയ നോവലും ഇതുതന്നെയാണ്. മറ്റ് മാസികകൾ കേരള ദർപ്പണം, കേരള പഞ്ചിക, മലയാളി, ശാരദ, വിദ്യാർത്ഥി. തിരുവിതാംകൂർ ദിവാനായിരുന്ന പി. രാജഗോപാലാചാര്യരുടെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളെ വിമർശിച്ച് 1910 ഓഗസ്റ്റ് 24 പ്രസിദ്ധീകരിച്ച കൃതിയാണ് ഗർഹ്യമായ നടത്തും. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമായ വൃത്താന്ത പത്രപ്രവർത്തനം പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹം സ്വദേശാഭിമാനിയുടെ പത്രാധിപരായത് 1906 ജനുവരി 17 തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാകുമെന്ന് പ്രവചിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1913 കുന്നംകുളത്ത് നിന്നും പ്രസിദ്ധീകരിച്ച ആത്മപോഷിണി എന്ന പ്രസിദ്ധീകരണം തൻ്റെ നാടുകടത്തലിന് ശേഷം പ്രസിദ്ധീകരിച്ചതാണ്. ബ്രിട്ടനിലെ പത്രപ്രവർത്തന ഏജൻസിയായ
റോയിട്ടേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ആദ്യ മലയാള പത്രപ്രവർത്തകനായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക് സ്വദേശാഭിമാനി എന്ന വിശേഷണം നൽകിയത് 1912 സെപ്റ്റംബർ 28 മലേഷ്യൻ മലയാളികളാണ്. കാൾ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് അഥവാ മലയാളത്തിൽ വിവർത്തനം ചെയ്ത സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത്. CV രാമൻപിള്ള എഴുതിയ നോവലായ ധർമ്മരാജ എന്ന കൃതിയുടെ നിരൂപണ ഗ്രന്ഥമായ ധർമ്മരാജ നിരൂപണം തയ്യാറാക്കിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച കൃതി നരകത്തിൽ നിന്നും മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ജീവചരിത്രം സോക്രട്ടീസിൻ്റെ ജീവചരിത്രവുമാണ്. മറ്റു കൃതികൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ക്രിസ്റ്റഫർ കൊളംബസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, വാമനൻ, ബാലകലേശ്വര നിരൂപണം, കേരള ഭാഷോൽപ്പത്തി, പത്രധർമ്മം, ഡൽഹി ദർബാർ, മന്നൻ്റെ കന്നത്ത്, ഭാഷാസരണി, ചില മലയാള വർണ്ണങ്ങൾ, കൃഷിശാസ്ത്രം, നായന്മാരുടെ സ്ഥിതി, ദ ഡിപ്പോർട്ടേഷൻ കേസ് ഓഫ് ട്രാവൻകൂർ. കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ട് മകൾക്ക് ഗോമതി എന്ന് പേര് കൊടുത്ത അദ്ദേഹം നെയ്യാറ്റിൻകരയിലെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1916 മാർച്ച് 22 കണ്ണൂരിൽ വെച്ച് അന്തരിച്ച അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം 1923 തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച മാസികയാണ് സ്വദേശാഭിമാനി. ഇതിൻ്റെ സഹപത്രാധിപരായിരുന്നത് ബാരിസ്റ്റർ AK പിള്ളയാണ്. സ്വദേശാഭിമാനി സ്മാരകം പയ്യാമ്പലത്തും സ്വദേശാഭിമാനി പ്രതിമ തിരുവനന്തപുരം പാളയത്തും സ്ഥിതി ചെയ്യുന്നു. ഈ പ്രതിമ 1950 അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. പ്രഥമ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അവാർഡ് ജേതാവ് VK മാധവൻകുട്ടിയാണ്. വർഷം 2002. 1,00,000 രൂപ സമ്മാനത്തുകയായി സ്വദേശാഭിമാനി കേസരി പുരസ്കാരമാണ് പത്രപ്രവർത്തനത്തിലെ മികവിന് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം. ഇത് ആദ്യമായി കരസ്ഥമാക്കിയത് T വേണുഗോപാലാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് പ്രവാസി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പുരസ്കാരം. നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ ഭരണപരിഷ്കാരങ്ങളുള്ള പ്രതിഷേധമായും സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ലഭിക്കാൻ ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. C കേശവൻ, NV ജോസഫ് എന്നിവർ പ്രധാന നേതാക്കളായി ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം വിഭാഗത്തിലെ പ്രതിനിധികൾ ചേർന്ന് 1932 ഡിസംബർ 17 രൂപം നൽകിയതാണ് ഈ സമിതി. NV ജോസഫ്, C കേശവൻ, TM വർഗീസ്, PK കുഞ്ഞ്, CV കുഞ്ഞിരാമൻ, അബ്ദുറഹിമാൻ എന്നിവർ പ്രധാന നേതാക്കളായ നിവർത്തന പ്രക്ഷോഭത്തിലെ നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് IC ചാക്കോയാണ്. 1933 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന് സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചു. എന്നാൽ അപ്പോഴത്തെ ദിവാനായ T ഓസ്റ്റിൻ നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ചു. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്യ എന്നറിയപ്പെടുന്ന കേരള കേസരി എന്ന പത്രമാണ് ഇതിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. ഈ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി JD നോക്സ് ആദ്യ കമ്മീഷണറായി 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായി. 1956 ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറി. പുന്നപ്ര വയലാർ സമരം. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും സർ CP രാമസ്വാമി അയ്യർ നടപ്പിലാക്കിയ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾക്കുമെതിരെ 1946 ഒക്ടോബർ 24 മുതൽ 27 വരെ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നടന്ന സായുധ കലാപമാണ് പുന്നപ്ര വയലാർ സമരം. ഇതിൻ്റെ മറ്റൊരു പേര് തുലാം 10 സമരം എന്നാണ്. K ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ്, സുഗതൻ, CK കുമാരപ്പണിക്കർ എന്നിവർ നേതൃത്വം നൽകിയ പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നത് സർ CP രാമസ്വാമി അയ്യരാണ്. ആലപ്പുഴ നഗരത്തിലെ വ്യവസായ തൊഴിലാളികൾ, പുന്നപ്രയിലെ മത്സ്യത്തൊഴിലാളികൾ, വയലാറിലെ കുടിയാന്മാർ തുടങ്ങിയവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു.
അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യവുമായി മുന്നേറിയ ഈ സമരത്തിൽ 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും ഈ സമരത്തിൻ്റെ നേതാക്കളിൽ ഒരാളായ CK കുമാരപ്പണിക്കർ വയലാർ സ്റ്റാലിൻ എന്നും അറിയപ്പെടുന്നു. ആലപ്പുഴ ജില്ലയിലെ കളർക്കോട് എന്ന സ്ഥലത്ത് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവൽ തലയോടും കേശവദേവ് രചിച്ച നോവൽ ഉലക്കയും സമരത്തിന്റെ പശ്ചാത്തലത്തിൽ VK മോഹൻകുമാർ എഴുതി 2018 വയലാർ അവാർഡ് നേടിയ കൃതി ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസവുമാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.